ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ആഫ്റ്റർ പ്ലസ് ടുവിന് ശേഷം ഏതൊക്കെ കോഴ്സ് സെലക്ട് ചെയ്യാം, അങ്ങനെ ജനറലായിട്ട് കുറെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസുകാർക്ക് പോകാൻ പറ്റുന്ന ജനറലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിരുന്നു. അതിനുശേഷം എന്നോട് നിങ്ങൾ കുറച്ചു പേര് ചോദിച്ചിട്ടുണ്ട്, ടീച്ചിങ്ങിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാവോ, അല്ലെ ഡീറ്റെയിൽ ആയി സംസാരിക്കാവോ എന്ന്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇക്കണോമിക്സ് ടീച്ചറാണെന്ന് അറിഞ്ഞത് കൊണ്ടാണോ എന്ന് അറിയില്ല, BA എക്കണോമിക്സിന്റെ സ്കോപ്പിനെ കുറിച്ച് സംസാരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ രണ്ടും ചെയ്യാം. അതിന്റെ കൂടെ ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ചാണ്. ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഗൂഗിളിലേക്ക് കയറിയാൽ നമുക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ ഇല്ല. കേരളത്തിൽ ഏതൊക്കെ കോളേജസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര വേക്കൻസി ഉണ്ട്, ഫീസ് എത്രയാണ്, കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ എങ്ങനെയുണ്ട്, എല്ലാം നിങ്ങൾക്ക് കിട്ടും. എങ്കിലും ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ പറയാമെന്ന് കരുതുന്നു. എസ്പെഷ്യലി ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ അതിലെനിക്ക് കുറച്ച് താല്പര്യം, സന്തോഷം കൂടുതലുണ്ട്. അതിന്റെ കൂടെ ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം നമ്മളൊരു പ്രൊഫഷൻ, ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ആയ ഒരു കാര്യം നമുക്ക് എത്ര സാലറി കിട്ടും. കാരണം നമുക്ക് ബേസിക്കലി നമ്മൾ ഈ കരിയർ ഒക്കെ ചൂസ് ചെയ്യുന്നത് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അതിന് ഫിനാൻസ് ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ എത്ര സാലറി കിട്ടും എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ കരുതുന്നു. അതായത് നമുക്കറിയാം, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ടീച്ചേഴ്സ് ഇപ്പൊ പ്രൈമറി സ്കൂൾ മുതൽ ഇപ്പോഴും മെയിൻലി എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഒരുപക്ഷെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആയിരിക്കും ഇത് വാച്ച് ചെയ്യുന്നല്ലേ അവരുടെ പാരന്റ്സ്. അപ്പോഴേ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് ആക്ച്വലി എത്രയാണ് സാലറി കിട്ടുന്നത്. സാലറി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പ്രധാനമായി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന സാലറിയാണ്. ഇപ്പൊ CBSE അൺഎയ്ഡഡ് സ്ഥാപനത്തിൽ നമുക്കറിയാം, കുട്ടികൾ എടുക്കുന്ന ഫീസ് വാങ്ങിയിട്ടാണ് അതിന്റെ സാലറി മറ്റ് എക്സ്പെൻസും ഒക്കെ മീറ്റ് ചെയ്യുന്നത്. അവിടെ ഗവൺമെന്റ് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് കൊടുക്കുന്ന, അതായത് എയ്ഡഡ് ആൻഡ് ഗവൺമെന്റ് സ്കൂളുകളിൽ ഗവൺമെന്റ് കൊടുക്കുന്ന സാലറിയുടെ ബേസിക് സാലറി അൺഎയ്ഡഡ് സ്ഥാപനത്തിലെ ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ബട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അത് മാനേജ്മെന്റും ടീച്ചേഴ്സിനെ അറിയുള്ളൂ. എങ്കിലും നമ്മൾ ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നത് ഗവൺമെന്റ് സ്ഥാപനത്തിലും അതോടൊപ്പം എയ്ഡഡ് സ്ഥാപനത്തിലും ടീച്ചേഴ്സിന് ഗവൺമെന്റ് കൊടുക്കുന്ന സാലറി, അതാണ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീ പ്രൈമറി, ബാലവാടി, അംഗനവാടി, അതുപോലെ KG, LKG, UKG ഉണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും പറയുന്നില്ല. കാരണം കമ്പാരിറ്റീവ്ലി 10th കഴിഞ്ഞാലും ഒക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതിന് ഇപ്പൊ ആ ഒരു പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് എന്ന് പറയുന്ന കോഴ്സസ് ഒരുപാടുണ്ട്. മെയിൻലി എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് കീഴിൽ അല്ലാതെ തന്നെ ഇതുപോലെ ബാലവാടി ടീച്ചേഴ്സ് ട്രെയിനിങ്ങും ഒക്കെ ഉണ്ട്. അതൊക്കെ 1 year അതുപോലെ 6 monthsലൊക്കെ കൊടുക്കുന്ന കോഴ്സസ് ഉണ്ട്. അത് മെയിൻലി ഗവൺമെന്റിന്റെ കീഴിൽ. ഇപ്പൊ ബാലവാടി ടീച്ചേഴ്സ് ഒക്കെ ഗവൺമെന്റ് സാലറി തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ ചില സ്ഥാപനത്തിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ കീഴിൽ അവരുടെ കുട്ടികളെ കെയർ ചെയ്യാനൊക്കെയുള്ള പ്രീ പ്രൈമറി ഡേ കെയർ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ മെയിൻലി നമുക്കറിയാം, ഇതൊക്കെ ഒരു കമ്പാരിറ്റീവ്ലി പ്രൈവറ്റ് മേഖലയിൽ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് എടുക്കുന്ന പൈസ വാങ്ങിയിട്ടൊക്കെയാണ് അവരുടെ സാലറി ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു തുടങ്ങുന്നത് പ്രൈമറി, അതായത് LP സ്കൂൾ, UP സ്കൂൾ, 1ാം ക്ലാസ് മുതൽ കോളേജ് തലം വരെയുള്ള ടീച്ചിങ് പോസ്റ്റിലേക്ക്. നമുക്കറിയാം, കോളേജിലേക്ക് എത്തുമ്പോൾ ടീച്ചർ എന്ന പദത്തിന് പുറമെ പ്രൊഫസർ, അസോസിയേറ്റ്, അങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. എങ്കിലും കോമൺലി ഞാനിപ്പോ ടീച്ചർ എന്ന് പറയുന്നു. അപ്പോൾ 1ാം ക്ലാസ് മുതൽ കോളേജ് വരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് കിട്ടുന്ന സാലറി, അതോടൊപ്പം അതിന്റെ ക്വാളിഫിക്കേഷൻ, അതാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു വീഡിയോ നീണ്ടു പോകുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പ്രൈമറി, അതായത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ടീച്ചർ, 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ LP സ്കൂൾ എന്നാണ് പറയുന്നത്, ലോവർ പ്രൈമറി സെക്ഷൻ. അപ്പോൾ അതിന് മുകളിൽ 6 മുതൽ 8 വരെ, പക്ഷെ 8 വരെ വളരെ റെയർ സ്കൂളേ ഉള്ളൂ. 6 മുതൽ 7 വരെയൊക്കെയാണ് മെയിൻ പല സ്കൂളുകളും, അല്ലെങ്കിൽ 5 മുതൽ 7 വരെയൊക്കെയാണ് പല സ്കൂളുകളും കാണുന്നത്. അപ്പോൾ 8ാം ക്ലാസ് വരെയുള്ള സ്കൂളിനെ നമ്മൾ അപ്പർ പ്രൈമറി സ്കൂൾ, UP സ്കൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ LP, UP, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി ഒരേ സ്കെയിൽ ഓഫ് ആണ്, സാലറിയാണ് കിട്ടുന്നത്. പക്ഷേ ഈ 2 സെക്ഷനും ക്വാളിഫിക്കേഷനും ഒക്കെ വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞു വരാം. അതോടൊപ്പം 8 മുതൽ 9, 10, ചിലപ്പോൾ 9, 10 ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ 8, 9 ഹൈ സ്കൂൾ സെക്ഷൻ എന്ന് പറയാം. ഹൈ സ്കൂൾ സെക്ഷനിലേക്ക് വേറൊരു ക്രൈറ്റീരിയ ആണ്, വേറെ സ്കെയിൽ ഓഫ് പേ ആണ്.
പിന്നെ ഹയർ സെക്കൻഡറി കോളേജസ്. LP UP ടീച്ചേഴ്സിനെ LPSA UPSA എന്നാണ് പറയുന്നത്. LP സ്കൂൾ ടീച്ചേഴ്സ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ UP സ്കൂൾ ടീച്ചർ അസിസ്റ്റന്റ് UPSA, അങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ ഒക്കെ കോൾ ഫോർ ചെയ്യുക. പോസ്റ്റും അങ്ങനെയാണ്. പിന്നെ ഹൈസ്കൂൾ ആവുമ്പോൾ HSA ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഹൈസ്കൂൾ ടീച്ചർ എന്ന രീതിയിലാണ്. പിന്നെ ഹയർ സെക്കൻഡറി വരുമ്പോൾ 2 വിഭാഗമുണ്ട്. HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ജൂനിയറും ഉണ്ട് സീനിയറും ഉണ്ട്. ജൂനിയർ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച 16 പീരീഡിൽ താഴെ ജോലി ചെയ്യുന്നവർ. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ 1-2 ക്ലാസ്സിൽ മാത്രം പോയി പഠിപ്പിക്കുന്നവരാണ് ജൂനിയർ ടീച്ചേഴ്സ്. സീനിയർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 16 അതിൽ കൂടുതലോ പീരീഡ് ജോലി ചെയ്യുന്നവര്. മിക്കവാറും 3-4 ക്ലാസ്സിലൊക്കെ ഇവര് പോയി ക്ലാസ് എടുക്കുക. അതായത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ടീച്ചേഴ്സ് എത്രയാണ് സാലറി വാങ്ങുന്നത്. എന്നോട് സാധാരണ ഇയർ എൻഡൊക്കെ ആവുമ്പോൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട് ടീച്ചറുടെ സാലറി എത്രയാണെന്ന്. കോമൺലി ഞാൻ ഫുൾ കംപ്ലീറ്റ്ലി സാലറി പറയാറില്ല. ബട്ട് ആഫ്റ്റർ ദി കോഴ്സ് അവരുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷെയർ ചെയ്യാം. കാരണം ഒരു കരിയർ മോട്ടീവ് എന്ന രീതിയിൽ ഇത് പറയുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അപ്പോഴേ ഇപ്പോൾ നിലവിൽ വന്ന 2019 മുതലുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പേ കമ്മീഷൻ ശമ്പള കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്ന ശമ്പള സ്കെയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന മെയിൻലി ബേസിക് ആണ്. അതായത് മിനിമം സ്റ്റാർട്ടിംഗ് ബേസിക് സ്കെയിലാണ് പറയുന്നത്. ഈ ബേസിക്കിന്റെ കൂടെ HRA ഹൗസ് റെന്റ് അലവൻസ് ഉണ്ടാവും. അതോടൊപ്പം ഡിയർനെസ് അലവൻസ് ഉണ്ടാവും. ബേസിക്കിന്റെ നിശ്ചിത പെർസെന്റേജ് ആണ് ഈ HRAയും അതുപോലെ ഡിയർനെസ് അലവൻസും ഒക്കെ വരുന്നത്. അതുമെല്ലാം കൂട്ടിയിട്ടാണ് ഇവരുടെ സ്റ്റാർട്ടിംഗ് സാലറി. പിന്നെ ഓരോ വർഷം കഴിയുമ്പോഴും ഇൻക്രിമെന്റ് എന്ന രീതിയിൽ സാലറിയിൽ ആനുപാതിക വർധനവുണ്ട്. പിന്നെ ഒരു മിനിമം പീരീഡ് ഇപ്പൊ 6 വർഷം കഴിയുമ്പോൾ കോളേജിൽ അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ സ്കൂളുകൾ 7 വർഷം കഴിയുമ്പോഴൊക്കെ ഗ്രേഡ് ഒരു ഹയർ പ്രൊമോഷൻ ഉണ്ട്. അപ്പോഴും സാലറി നല്ലൊരു ഹൈക്ക് ഉണ്ടാവും. അതിനൊക്കെ പുറമെ സ്റ്റാർട്ടിംഗ് സർവീസിലേക്ക് കയറുന്ന ഒരു ടീച്ചർക്ക് എത്ര മിനിമം കിട്ടുമെന്ന് ഏകദേശമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സ്കെയിൽ വെച്ച് ഒരു LP സ്കൂൾ ടീച്ചർക്ക് LP സ്കൂളിലേക്ക് വരുന്ന അതായത് 7ാം ക്ലാസ് വരെ 8ാം ക്ലാസ് വരെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് മിനിമം സ്റ്റാർട്ടിങ് കിട്ടുന്ന ബേസിക് സാലറി 35,600 രൂപയാണ്. 35,600 രൂപ. ഈ 35,600 രൂപയുടെ കൂടെ DAയും HRAയും ഒക്കെ കൂട്ടി ഏകദേശം ഫസ്റ്റ് സർവീസ് കയറിയാൽ ഫസ്റ്റ് മന്ത് തന്നെ അവർക്ക് ഏകദേശം 35,000-നും 40,000-നും ഇടയിൽ ഏകദേശം റൗണ്ട് ചെയ്തിട്ട് നമുക്കൊരു 40,000 കൂട്ടാം. അതായത് 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ടീച്ചേഴ്സിന് മിനിമം 40,000 രൂപയാണ് ഇന്ന് സ്റ്റാർട്ടിങ് കിട്ടുന്ന സാലറി. അപ്പോൾ നിങ്ങൾ അറിയണം അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. 5ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇന്നത്തെ നിലയിൽ D.Ed ആണ്, അല്ലെങ്കിൽ TTC എന്ന് പണ്ടത്തെ ഫോമിൽ പറയാം. അതായത് +2 + D.Ed മാത്രം ഉണ്ടായാൽ മതി. 8ാം ക്ലാസ് വരെ അതായത് 5ാം ക്ലാസ്സിന് മുകളിൽ 5, 6, 7 ക്ലാസ്സുകൾ ഇപ്പൊ വേണമെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നുള്ള ക്വാളിഫിക്കേഷൻ, അതായത് UP സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഈ +2 + TTC അല്ലെങ്കിൽ D.Ed തന്നെ മതി. അതിന്റെ കൂടെ B.Ed ആയാലും ജോലി ചെയ്യാം. അതായത് B.Ed എടുത്തുകൊണ്ട് അപ്പർ പ്രൈമറി UP സ്കൂളിലേക്ക് ടീച്ചിങ്ങിന് പോയാൽ അവർക്ക് ഫാസ്റ്റ് പ്രൊമോഷൻ, അവരുടെ ഗ്രേഡ് ഒക്കെ എളുപ്പം അവർക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റും. ഒരു TTC മാത്രം +2 TTC അല്ലെങ്കിൽ +2 D.Ed മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ടീച്ചറേക്കാൾ എളുപ്പം ഹയർ സ്കെയിൽ ഓഫ് പേയിലേക്ക് എത്താൻ വേണ്ടി ഡിഗ്രി + B.Ed ഉള്ള ഒരു ടീച്ചർക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് UP സ്കൂളിലൊക്കെ ഉള്ള ടീച്ചേഴ്സ് പലപ്പോഴും TTC മാത്രം കൊണ്ട് കയറിയവരാണെങ്കിലും ലീവ് എടുത്തിട്ട് പോയിട്ട് B.Ed കൂടി ഡിഗ്രി + B.Ed കൂടി ക്വാളിഫിക്കേഷൻ എടുത്ത് വരാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രൈമറി സ്കൂൾ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ലെവലിൽ നിങ്ങളുടെ കയ്യിൽ മിനിമം സ്റ്റാർട്ടിംഗ് ഒരു 40,000 രൂപ, അറൌണ്ട് 40,000 രൂപ സാലറി കിട്ടും. മോശമുള്ള കുറവുള്ള കാര്യമാണോ? അല്ല, കമ്പാരിറ്റീവ്ലി നല്ല സാലറി തന്നെയാണ്. ഇപ്പോഴത്തെ സ്കെയിലാ പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഈ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ D.Ed ഒക്കെ കഴിഞ്ഞൊരു ടീച്ചിങ് പോസ്റ്റിലേക്കൊക്കെ വരുമ്പോഴേക്കും അടുത്ത ശമ്പള കമ്മീഷൻ വരും. അപ്പോഴും മിനിമം അതൊരു 50,000 ഒക്കെ ആയേക്കാം. അതായത് നിങ്ങളൊരു ടീച്ചറായിട്ട് സർവീസിൽ കയറുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു പ്രൈമറി ടീച്ചർക്ക് കിട്ടുന്ന സാലറി മിനിമം 50,000 50,000 രൂപ ആയിരിക്കാം. അതേപോലെ ഹൈസ്കൂൾ ടീച്ചേഴ്സ്, നമുക്കറിയാം ഹൈസ്കൂൾ ടീച്ചറുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മിനിമം ഡിഗ്രി + B.Ed ആണ്. പിന്നെ ഈ ടീച്ചേഴ്സ് ഒക്കെ കോമൺ ആയി കേരള ഗവൺമെന്റ് നടത്തുന്ന ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം. ഇത് B.Edന് പുറമെ, അതായത് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സിന് പുറമെ ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോഴൊരു ഹൈസ്കൂൾ ടീച്ചർ ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രി + B.Ed ആണ്. അതുപോലെ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റും പാസ്സായിട്ടുണ്ടാവണം. ഒരു ഹൈസ്കൂൾ ടീച്ചർ, അതായത് 8, 9, 10 ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഹൈസ്കൂൾ ടീച്ചർക്ക് സ്റ്റാർട്ടിംഗ് സർവീസിൽ കയറിയാൽ കിട്ടുന്ന മിനിമം
ബേസിക് സാലറി 41,300 രൂപ, 41,300 റുപ്പീസ് ആണ്. ഇതിന്റെ പുറമെ DAയും HRAയും എല്ലാം കൂട്ടി ഏകദേശം 50,000-അടുത്ത്, അതായത് ഇന്നത്തെ ഒരു ലെവൽ വെച്ചുകൊണ്ട് ഏകദേശം 50,000-അടുത്ത് ഒരു 50,000 സാലറി സ്റ്റാർട്ടിംഗ് സർവീസ് കയറുന്ന ഒരു ഹൈസ്കൂൾ അധ്യാപകന് കിട്ടും. ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് BEdും കഴിഞ്ഞ് സർവീസിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 50 അല്ല, അപ്പോഴേക്കും അതൊരു 60,000 രൂപ വരെയും ആയേക്കാം. ഹയർ സെക്കൻഡറിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഹയർ സെക്കൻഡറിയിൽ ജൂനിയർ ടീച്ചേഴ്സ് ഉണ്ട്, സീനിയർ ടീച്ചേഴ്സ് ഉണ്ട്. ജൂനിയർ ടീച്ചർ സ്റ്റാർട്ടിംഗ് ബേസിക് സാലറി ഇപ്പോൾ 45,600 രൂപയാണ്, അതായത് 45,600 റുപ്പീസ്. അതിന്റെ കൂടെ DA HRA ഒക്കെ കൂട്ടി സർവീസിൽ കയറുന്ന ഒരു ടീച്ചർക്ക്, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ ടീച്ചർക്ക് 50,000-ന് മുകളിൽ, അതോടൊപ്പം 50-നും 55-നും ഇടയിൽ 50,000 to 55,000 ഇടയിലായിരിക്കും അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയാം. എന്നാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു സീനിയർ ടീച്ചർക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ സർവീസ് കയറുമ്പോൾ കിട്ടുന്ന ബേസിക് സ്റ്റാർട്ടിംഗ് സാലറി 55,200 രൂപയാണ്. അതിന്റെ കൂടെ DA HRA ഒക്കെ കൂട്ടുമ്പോൾ 60,000-ന് മുകളിലേക്ക് വരും. അതായത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു സീനിയർ ഇംഗ്ലീഷ് ടീച്ചർ, സീനിയർ എക്കണോമിക്സ് ടീച്ചർ, അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ടീച്ചർ, അല്ലെങ്കിൽ ഒരു ഫിസിക്സ് കെമിസ്ട്രി ഒരു സീനിയർ ടീച്ചർക്ക്, അതായത് 2-ൽ കൂടുതൽ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി 60,000 രൂപക്ക് മുകളിലാണ് ഇന്നത്തെ നിലയിൽ, മോർ ദാൻ 60,000. അത് ഓരോ വർഷവും ഇൻക്രിമെന്റ് ഉണ്ട്. പിന്നെ 8-7 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു ഹയർ ഇൻക്രിമെന്റ് ജമ്പ് സാലറി ഉണ്ട്. അപ്പോഴും മിക്കവാറും ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 10 വർഷമൊക്കെ സർവീസ് ഉള്ള ഒരു ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ സാലറി മിനിമം ഒരു 80,000-നും 85,000-നും ഇടയിലായിരിക്കും അവരുടെ സാലറി എന്ന് പറയാം. അതുപോലെ തന്നെ കോളേജിലേക്ക് വരുവാണെങ്കിലോ ഹയർ സെക്കൻഡറി കോളേജും തമ്മിൽ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. ഹയർ സെക്കൻഡറി സീനിയർ ടീച്ചർക്ക് ഒരു 55,200 ഒക്കെയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. കോളേജിൽ സ്റ്റാർട്ടിംഗ് ഒരു 57 സംതിങ്, അത്രയും വരും. ഒരു 2,000 റുപ്പീസിന്റെ ഒക്കെ വേരിയേഷനെ ബേസിക്കിലുള്ളൂ. പക്ഷേ കോളേജിലെ ടീച്ചേഴ്സിന് ഈ ബേസിക്കിന്റെ പുറമെ DAയും HRAയും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ DAയും HRAയും ആണ്. അവർക്ക് പേ റിവിഷൻ ഒക്കെ വരുന്നതും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രകാരമുള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനേക്കാൾ കുറച്ച് ഇപ്പോഴും കൂടുതൽ DA ഒക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഹയർ സെക്കൻഡറി സീനിയർ ടീച്ചറും ഒരു കോളേജ് ലെക്ചറും തമ്മിൽ ഒരു 2,000 അല്ല, ഒരു 5,000-ന് താഴെ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. പിന്നെ ഒരു 14 ഇയേഴ്സ് ഒക്കെ സർവീസ് ഒക്കെ കഴിയുമ്പോൾ കോളേജ് ടീച്ചേഴ്സിന് കുറച്ചൊരു ജമ്പ്, ഒരു ഹൈക്ക് സാലറി വരുന്നുണ്ട്. നമുക്കറിയാം ഒരു ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതത് സബ്ജക്റ്റിൽ PG ഉണ്ടായിരിക്കണം, അതിന് പുറമെ BEdും ഉണ്ടായിരിക്കണം, അതോടൊപ്പം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ മിനിമം നേടിയിരിക്കണം. അത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആവാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് ആവാം, അതിന്റെ കൂടെ PhD, MD, MPhil ഇതുപോലെ അഡീഷണൽ ഒരുപാട് ക്വാളിഫിക്കേഷനും പരിഗണിക്കുന്നുണ്ട്. അതേപോലെ ഒരു കോളേജ് ടീച്ചറെ ക്വാളിഫിക്കേഷൻ PG കഴിഞ്ഞിട്ടുണ്ടാവണം, അതുപോലെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ്, ഹയർ സെക്കൻഡറി ടീച്ചറെ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് ഇവർക്കും ക്വാളിഫൈഡ് ആവേണ്ടതാണ്. ഹയർ സെക്കൻഡറി ടീച്ചർക്ക് സെറ്റ് ആയാലോ നെറ്റ് ആയാലോ ഏതെങ്കിലും ഓപ്ഷനിലാണ്, പക്ഷെ കോളേജ് ടീച്ചർക്ക് നെറ്റ് തന്നെ ഉണ്ടായിരിക്കണം. കാരണം അത് കേന്ദ്ര ഗവൺമെന്റ് ഡിസിഷൻ ആണ്. അതിന് പുറമെ ഇപ്പൊ PhDയും കമ്പൽസറി ആണ്. അവർക്കൊരു പ്രൊമോഷൻ ഒക്കെ വരണമെങ്കിൽ നിർബന്ധമായി ഇപ്പൊ PhD കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഒരു കോളേജ് ടീച്ചറായി പോകണമെങ്കിൽ കോളേജിന്റെ ലെക്ചർ, പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ ഇങ്ങനെയുള്ള ഗ്രേഡിലേക്ക് പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്റ്റിൽ PG പ്ലസ് നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. അതിന് പുറമെ PhDയും ഉണ്ടായിരിക്കണം. അവിടെ BEd കമ്പൽസറി ആയി പറയുന്നില്ല, ബട്ട് മെജോറിറ്റി എല്ലാവരും BEd ക്വാളിഫൈഡ് ആയവർ തന്നെയാണ് അവിടെ പോകുന്നത് എന്നത് വേറൊരു റിയാലിറ്റി. കാരണം കുട്ടികളെ ഡീൽ ചെയ്യേണ്ടവരാണല്ലോ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൈമറി ടീച്ചർ സർവീസ് കയറുമ്പോൾ മിനിമം എത്ര സാലറി കിട്ടുന്നുണ്ട്? ഏകദേശം എബോവ് 40,000 അല്ലെങ്കിൽ അറൌണ്ട് 40,000 കിട്ടും. ഒരു ഹൈസ്കൂൾ ടീച്ചർക്ക് അറൌണ്ട് 50,000, ഹയർ സെക്കൻഡറി ജൂനിയറിന് ഒരു 55,000 അടുത്ത് കിട്ടും. ഹയർ സെക്കൻഡറി സീനിയറിന് 60,000 എബോവ് സാലറി സ്റ്റാർട്ടിംഗ് വരും. അതിന് കുറച്ച് കൂടുതൽ കോളേജ് ടീച്ചർക്കും കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കി എത്ര അട്രാക്റ്റീവായ സാലറിയാണ്. പക്ഷെ പലപ്പോഴും ചിലവരെങ്കിലും ടീച്ചിങ് പ്രൊഫഷനെ അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്കൊരു ടീച്ചറായിട്ട് ജോലി ചെയ്യണം, ഏത് ലെവലിലെ ടീച്ചറായി നിൽക്കണം, അല്ലെങ്കിൽ ഒരു പ്രൈമറി ടീച്ചറായി കയറിയിട്ട് മാക്സിമം നിങ്ങൾക്ക് എവിടെ എത്തണം, എവിടത്തേക്ക് ട്രൈ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി നമുക്ക് ക്വാളിഫിക്കേഷനിലേക്ക് വരുവാണ്. ഞാൻ ആദ്യം DEd മുതൽ തുടങ്ങാം. മുന്നേ ടീച്ചർ ട്രെയിനിങ് സെന്റർ അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അറിയപ്പെട്ടെടുത്താണ്. ഇപ്പോൾ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നതാണ് DEd.
B.Ed ബാച്ചിലർ അതായത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് 2 years കോഴ്സ് ആണ്. ഇത് നമ്മുടെ ജില്ലാ തലത്തിലുള്ള എഡ്യൂക്കേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ആയിട്ടല്ല ഇവർക്ക് ബന്ധമുള്ളത്. നമ്മൾ DD ഓഫീസ്, DEO ഓഫീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ബേസിക്കലി ഇതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ മിനിമം +2 ആണ്. +2 50% മാർക്ക് വേണമെന്നാണ്. ചില ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് SC ST ഇങ്ങനെയുള്ളവർക്ക് എക്സംഷൻ ഉണ്ട്. 45% ആണ്. എങ്കിലും മിനിമം 50% എന്നൊരു ക്രൈറ്റീരിയ ആണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. പക്ഷേ 50% മാർക്സ് ഉള്ള എല്ലാവർക്കും അഡ്മിഷൻ കിട്ടണമെന്നില്ല. കാരണം ഒരു ജില്ലയിലെ DEO ഓഫീസിന്റെ കീഴിൽ മാക്സിമം സാധാരണ 3-4 ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെന്റ് D.Ed സെന്ററിൽ ഉണ്ടാവുള്ളൂ. അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഡയറ്റ് ഇതുപോലെ നല്ല സെന്ററിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം. അതിന് താഴെ സെൽഫ് ഫിനാൻസിങ് സെന്റേഴ്സും ഉണ്ട്. ആപ്ലിക്കേഷൻ കോമൺ ആയിട്ട് വിളിക്കും. നല്ല മാർക്കുള്ളവർക്ക് അവർ ഓപ്ഷൻ കൊടുത്ത് ഫസ്റ്റ് ചാൻസ് കിട്ടും. മാർക്ക് കുറയുന്നതിനനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് സെന്ററിലൊക്കെ വരും. 2 years കോഴ്സ് ആണ്. അവിടെ മെയിൻലി പഠിക്കുന്നത് ചൈൽഡ് സൈക്കോളജി, ഫിലോസഫി, അതോടൊപ്പം നമ്മുടെ പെഡഗോഗി അതായത് നമ്മുടെ സബ്ജക്ട് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട മെത്തേഡ്സ്, ടെക്നിക്സ്, ഇതൊക്കെയാണ് ബേസിക്കലി പഠിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് പുറമെ സ്കൂളിൽ ഒരു 3-4 മാസത്തെ സ്കൂളിൽ ടീച്ചേഴ്സ് ട്രെയിനി ആയിട്ട് നമ്മൾ പോകും. കുട്ടികളെ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യും. ആ സ്കില്ലും കൂടി ടെസ്റ്റ് ചെയ്യും. നമുക്ക് എത്രമാത്രം ടീച്ചിങ് എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം മോൾഡ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, അത് പഠിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ഒരുപാട് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു ടീച്ചർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഈ ടീച്ചർ ട്രെയിനിങ് സെന്റേഴ്സിലൊക്കെ ഇപ്പോൾ D.Ed-ലാവട്ടെ B.Ed-ലാവട്ടെ മെയിൻലി പ്രാക്ടിക്കൽ ടീച്ചിങ് സ്കില്ലിനാണ് പ്രാധാന്യം. തിയററ്റിക്കൽ നോളജിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എങ്കിലും മെയിൻലി പ്രാക്ടിക്കൽ സ്കിൽസിനാണ് പ്രാധാന്യം കൊടുക്കാറ്. ഒരു ടീച്ചർ ആവാൻ വേണ്ടുന്ന എല്ലാ ബേസിക് സ്കിൽസും അവരവിടെ ലേൺ ചെയ്യും. പിന്നെ ഇത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക്, പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ടീച്ചിങ് സ്കില്ലിൽ വേരിയേഷൻ ഉണ്ടാവും. എങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയാം. കുട്ടികളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാം, എങ്ങനെ പഠിപ്പിക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിനായി ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് എങ്ങനെ സംസാരിക്കാൻ പറ്റും, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സ്കിൽസിനെയും എങ്ങനെ പുറത്തേക്ക് എടുക്കാം, അത്തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഇതുപോലെ ഈ ടീച്ചർ ട്രെയിനിങ് എല്ലാ സെന്റേഴ്സിലും എല്ലാ കോളേജസിലും ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം B.Ed-ലേക്ക് വരുവാണെങ്കിൽ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. അവിടെ 50%, 45% എക്സംഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് പ്രത്യേക വിഭാഗത്തിന്. എങ്കിലും മിനിമം നമ്മളുടെ 50% മാർക്ക് അവിടെ മാർക്കിന്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. സാധാരണ ഡിഗ്രി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്മിഷൻ കോൾ ഫോർ ചെയ്യാറ്. അവിടെ ഇപ്പോൾ B.Ed 2 years കോഴ്സ് ആണ്. 4 സെമസ്റ്റർ ആണ്. അതിൽ ഒരു സെമസ്റ്റർ, 3rd സെമസ്റ്റർ ഫുൾ ടീച്ചിങ് പ്രാക്ടീസ് ആണ്. നിങ്ങൾ PG എടുത്തിട്ട് B.Ed-ന് പോകണമെങ്കിൽ നിങ്ങൾ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും ആയിട്ട് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യും. അല്ല ഡിഗ്രി കൊണ്ട് മാത്രം പോകുന്നെങ്കിൽ ഹൈസ്കൂളിൽ മാത്രം ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യും. ഒരു സെമസ്റ്റർ മെയിൻലി അത് തന്നെയാണ് വരുന്നത്. 3 semesters തിയററ്റിക്കൽ പാർട്സ് പഠിക്കുന്നതാണ്. അവിടെ മെയിൻലി ചൈൽഡ് സൈക്കോളജി, പല പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം, ടീച്ചിങ് മെത്തേഡ്സ്, പെഡഗോഗി, ഫിലോസഫിക്കൽ അപ്രോച്ച്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും B.Ed കോളേജസ് ഉണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും B.Ed കോളേജസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി സെന്ററുകളിൽ B.Ed കോളേജ് ഉണ്ട്. അതിന് പുറമെ അഫിലിയേറ്റ് ചെയ്തിട്ട് പുറത്തും ഗവൺമെന്റ് കോളേജസ് ഉണ്ട്, എയ്ഡഡ് കോളേജസ് ഉണ്ട്. അതിന് പുറമെ അൺഎയ്ഡഡ് കോളേജസ്, അതായത് മാർക്കിന്റെ ബേസിൽ നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. മാർക്ക് കൂടുതലുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട അവർ സെലക്ട് ചെയ്ത ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി സെന്ററിലോ ഗവൺമെന്റ് കോളേജിലോ അഫിലിയേറ്റഡ് കോളേജസിലോ ഒക്കെ കിട്ടും. അതിന് പുറമെ സെൽഫ് ഫിനാൻസിങ് കോളേജസിലും പഠിക്കാനുള്ള ഒത്തിരി B.Ed കോളേജസ് ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അതിന് പുറമെ കേരളത്തിന് പുറത്തും ഉണ്ട്. ഈ B.Ed 2 years കോഴ്സ് ആണ്. ഡിഗ്രി +2 years ആണ് ഇതിന് പഠിക്കേണ്ടത്. എന്നാൽ കേരളത്തിന് പുറത്ത് എക്സാമ്പിൾ RI, മൈസൂർ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂരൊക്കെ BSc ED, അതായത് BScയുടെ ഡിഗ്രിയുടെ കൂടെ തന്നെ B.Ed-ന് പഠിക്കാം. അതിനൊക്കെ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഏകദേശം ഇപ്പോൾ കോൾ ഫോർ ചെയ്യുന്ന സമയമാണ്. നിങ്ങൾക്ക് നെറ്റിലേക്ക് കയറിയാൽ RIയുടെ സൈറ്റിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും. നമുക്കറിയാം മൈസൂരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ BSc ED ഡിഗ്രി +B.Ed ആണെങ്കിൽ
എൻട്രൻസ് ബേസിലാണ് സെലക്ഷൻ നടക്കുന്നത്. അതായത് BScയുടെ കൂടെ തന്നെ ഓരോ വർഷവും, അതായത് ഡിഗ്രിയുടെ കൂടെ തന്നെ ഓരോ വർഷവും നമ്മൾ BEdന്റെ കുറച്ച് പാർട്ട് പഠിക്കുകയും ലാസ്റ്റ് ഇയർ കംപ്ലീറ്റ്ലി BEdന്റെ കാര്യം പഠിച്ചുകൊണ്ട് 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഡിഗ്രി പ്ലസ് BEd ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടും. അതുപോലെ PGയുടെ കൂടി BEd കൊടുക്കുന്നുണ്ട്. MSc ED എന്നൊക്കെ പറഞ്ഞ് PG കിട്ടും. അതിന് പുറമെ ആ PG കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് BEdന്റെ ക്വാളിഫിക്കേഷൻ കൂടി കിട്ടും. ഇനി ഈ BEdന് മുകളിൽ നമുക്ക് MEd, അതായത് എഡ്യൂക്കേഷനിൽ മാസ്റ്റർ ഡിഗ്രി നേടാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും MEd കോളേജസ് ഉണ്ട്. ഇപ്പോഴും 2 years ആണ് MEdന്റെയും കാലാവധി, പഠിക്കാനുള്ള ഡ്യൂറേഷൻ. BEd കഴിഞ്ഞതിന് ശേഷം, അതായത് PG BEd അല്ലെങ്കിൽ ഡിഗ്രി BEd, മെയിൻലി PG BEd കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ MEdന് പോകുന്നത്. ബേസിക്കലി യൂണിവേഴ്സിറ്റിയിലൊക്കെ എൻട്രൻസിന്റെ ബേസിലാണ് ഈ MEdന് സെലക്ഷൻ കിട്ടുന്നത്. 2 years എഡ്യൂക്കേഷൻ മാസ്റ്റർ ഡിഗ്രി. MEd കഴിഞ്ഞ് നമ്മൾ അതിൽ നെറ്റ്, എഡ്യൂക്കേഷൻ നെറ്റും കൂടി, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റും കൂടി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BEd കോളേജസിൽ പഠിപ്പിക്കാം, അതുപോലെ DEd കോളേജസിൽ പഠിപ്പിക്കാം. അതിന് പുറമെ നമുക്ക് ഇതുപോലെ ഹയർ സെക്കൻഡറി കോളേജസ് ഇവിടെയൊക്കെ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ +2 കഴിഞ്ഞ് നേരിട്ട് ടീച്ചിങ്ങിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ +2 റിസൾട്ട് വന്ന ഉടനെ DEdന് കോൾ ഫോർ ചെയ്യും. ജില്ലാ അടിസ്ഥാനത്തിലാണ് കോൾ ഫോർ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാം. അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ നിങ്ങൾക്ക് കൊടുക്കാം. 2 വർഷം കൊണ്ട് DEd ക്വാളിഫൈഡ് ചെയ്ത് കേട്ടറ്റും കൂടി പാസ്സായാൽ എത്രയും പെട്ടെന്ന്, അതായത് ഒരു 25 വയസ്സാവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്കറിയാം, ഇനി സർവീസിലേക്ക് കയറുവാണെങ്കിൽ 60 വർഷം വരെയാണ് നിങ്ങളുടെ സർവീസ്. 25 വയസ്സിലൊക്കെ സർവീസ് കയറിയാൽ നീണ്ട 35 വർഷം നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് ടീച്ചറായിട്ട്. ഒരു പ്രൈമറി സ്കൂളിൽ TTC കഴിഞ്ഞ് ജോലിക്ക് കയറി നിങ്ങൾ അവിടെ തന്നെ റിട്ടയർമെന്റ് വരെ നിൽക്കണമെന്നില്ല. അവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാം, PG എടുക്കാം, വേണമെങ്കിൽ സർവീസിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് 1-2 വർഷം ലീവ് എടുത്തുകൊണ്ട് പോയിട്ട് BEd ക്വാളിഫിക്കേഷൻ നേടാം. അങ്ങനെ നിങ്ങൾക്ക് ഹയർ സ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലം വരെയും നിങ്ങൾക്ക് പ്രൊമോട്ടഡ് ആയി പോകാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടുകയും അവിടെ തന്നെ നിൽക്കണം, അതിന്റെ ടോപ്പിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുകയും വേണം. യൂഷ്വലി നമ്മൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷനും നമ്മുടെ ഇംപ്രൂവ്മെന്റും വേണ്ടുന്ന, അക്കാഡമിക് ഇംപ്രൂവ്മെന്റും ഒക്കെ വേണ്ടുന്ന ഒരുപാട് അവസരങ്ങളും ലീവും പ്രൊവിഷൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടോപ്പിൽ എത്താൻ സാധിക്കുന്നതാണ്. അല്ല, ഹൈസ്കൂൾ തലത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ ഡിഗ്രി എടുക്കുക, അതിനുശേഷം നിങ്ങൾ BEdന് പോവുക. അല്ല, ഇനി ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് നിങ്ങൾ BEdന് പോയി സെറ്റോ നെറ്റോ ക്വാളിഫൈഡ് ആയാലും മതി. എന്നാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ഒഴിവ് വരുമ്പോൾ അവിടെയാണ് വേക്കൻസി എങ്കിൽ അവിടെ ടെസ്റ്റ് എഴുതി കയറാം, അല്ലെങ്കിൽ ഹൈ സ്കൂളിൽ കയറാം, അല്ലെങ്കിൽ പ്രൈമറിയിൽ കയറാം. അപ്പോൾ ഏറ്റവും കുറച്ചുകൂടി പഠിക്കാൻ, കുറച്ച് കൂടുതൽ കാലം പഠിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള മാനസികാവസ്ഥ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് PG എടുക്കുക, BEd എടുക്കുക, എന്നിട്ട് സെറ്റ് ക്വാളിഫൈ ആവുക. അതിന് പുറമെ നിങ്ങൾക്ക് MEdും ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. 5-10 വർഷം കഴിഞ്ഞിട്ടാണ് സർവീസിലേക്ക് വരുന്നതെങ്കിൽ അപ്പോഴിതിന്റെയൊക്കെ ഒരു ഹൈക്ക്, വലിയ സാലറി ആയിരിക്കും ഈ ടീച്ചിങ് പ്രൊഫഷനിലൊക്കെ ഉണ്ടായിരിക്കുക. +2 റിസൾട്ട് വന്ന ഉടനെ TTC, അതായത് DEdന് കോൾ ഫോർ ചെയ്യും. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് സർവീസ് കയറുക. അതിനുശേഷം നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഇംപ്രൂവ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. അട്രാക്റ്റീവായ സാലറി റിസീവ് ചെയ്യുക, ഹാപ്പി ആയ ഒരു ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ചിരിക്കുന്നത് മെയിൻലി ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ചാണ്. വീഡിയോയുടെ ഇടയിൽ പുറത്തുനിന്ന് ചില ഡിസ്റ്റർബൻസ് സൗണ്ട് ഒക്കെ വരുന്നുണ്ട്, എങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതിയിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇനി ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നമുക്കറിയാം ഓൺലൈനിൽ ഗൂഗിളിലേക്ക് കയറി നമുക്ക് കിട്ടാത്ത വിവരമില്ല, എങ്കിലും പേഴ്സണലി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റായി ചോദിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.